ഹലോ ഗൈസ്, ഒരുപാട് ഇംഗ്ലീഷ് മൂവീസും ടി വി പ്രോഗ്രാംസും ഷൂട്ട് ചെയ്ത ഒരു അടിപൊളി ലൊക്കേഷൻ കണ്ടാലോ? മൂവീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് സൂപ്പർ ഹീറോ മൂവിയായ അവഞ്ചേഴ്സ് എൻ ഗെയിമും പിന്നെ നമ്മളിൽ മിക്കവരും ചെറുപ്പം മുതലേ കണ്ടു രസിച്ച ഹാരി പോട്ടർ മൂവീസുമാണ്. അപ്പൊ നമ്മളിപ്പോ കാണാൻ പോണത് ഡറം കത്തീഡ്രൽ ആണ്. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഡറം സ്റ്റേഷനിലെത്തി. നമുക്കിനി കത്തീഡ്രലിൽ ഇരിക്കുന്ന ലൊക്കേഷനിലോട്ട് പോവാം. ഡറം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ സിറ്റിയാണ് കേട്ടോ. ഒരു റിവറിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിറ്റിയും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസും ഇരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിറ്റി വരും, കത്തീഡ്രൽ, പിന്നെ കാസിൽ, പിന്നെ റിവറിനോട് ചേർന്നുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അപ്പൊ ദേ ആ കാണുന്ന ബ്രിഡ്ജിന്റെ അപ്പുറത്താണ് കാസിലും പിന്നെ കത്തീഡ്രലും വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ മാർക്കറ്റ് വരുന്നത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറെ സ്റ്റോർസ് ഓപ്പൺ ആണ്. കുറെ ഫുഡ് ഐറ്റംസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന്. ഇത് ഏകദേശം ഒരു ഹിസ്റ്റോറിക് സിറ്റി തന്നെയാണ് കേട്ടോ. ലൈക്ക് എഡിൻബ്ര. ഇവിടുത്തെ ഓരോ ബിൽഡിങ്സും കയറ്റവും ഇറക്കമൊക്കെ ആയിട്ടുള്ള വഴികളും ഓരോ കോർണേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും. വളരെ ബ്യൂട്ടിഫുൾ ആണ്. മൊത്തത്തിൽ ഒരു ട്രഡീഷണൽ ഫീലൊക്കെയാണ് ഈ വഴി കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് തോന്നുക. അങ്ങനെ നമ്മൾ കത്തീഡ്രൽ ഇരിക്കുന്ന ലൊക്കേഷനിലെത്തി. അടിപൊളി അല്ലെ? ഏകദേശം 900 വർഷം പഴക്കമുള്ള കത്തീഡ്രലാണിത്. എന്തായാലും ഇതിന്റെ ആർക്കിടെക്ചർ അതിഗംഭീരം തന്നെ. ഇംഗ്ലണ്ട് റോമൻ സ്റ്റൈലിൽ പണിത ഏറ്റവും വലിയ കത്തീഡ്രൽ കൂടിയാണിത്. പിന്നെ ഈ ഒരു കത്തീഡ്രലും ഇതിനോട് ചേർന്നുള്ള കാസിലും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. അപ്പൊ എന്തായാലും നമുക്കിനി അകത്ത് കയറി നോക്കാം. ഈ ഒരു കത്തീഡ്രലിന്റെ ഹൈറ്റ് വരുന്നത് 73 ഫീറ്റ് ആണ്. അതായത് ഏകദേശം 7 ഫ്ലോർ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. ഈ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസ് ആണ് ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ. നല്ല വെയിലുള്ള ടൈം ആണെങ്കിൽ ഇതിലൂടെ ലൈറ്റ് വരുമ്പോൾ കാണാൻ അടിപൊളിയായിരിക്കും. ഇവിടെ എന്നും മുടങ്ങാതെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനത് എടുത്തു പറയാൻ കാരണം ഇവിടുത്തെ മിക്ക പള്ളികളിലും വല്ലപ്പോഴുമാണ് ഓപ്പൺ ചെയ്യുന്നതും അങ്ങനെ എന്നും പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. കത്തീഡ്രലിന്റെ അകത്ത് വെച്ചാണ് അവഞ്ചേഴ്സ് മൂവിയിലെ ചില സീൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സീൻസിന്റെ കുറച്ച് പിക്സ് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് കത്തീഡ്രലിലെ ക്ലോയിസ്റ്റർ. ക്ലോയിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ മെമ്പേഴ്സിനുള്ള ക്ലാസ്സുകളോ മീറ്റിംഗ്സോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടത്താനുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ഗ്രീൻ കോർട്ട്യാർഡിനെ ചുറ്റിപ്പറ്റിയാണ്. അപ്പൊ ഈ ക്ലോയിസ്റ്ററും കോർട്ട്യാർഡുമാണ് ഹാരി പോട്ടർ മൂവീസ് 1 and 2 ഹോഗ്വാർട്സ് സ്കൂളായിട്ട് കാണിച്ചിരിക്കുന്നത്. മൂവിയിലെ കുറച്ച് സീൻസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോഴും മൂവിയിൽ കാണുന്നതും തമ്മിൽ യാതൊരു ഡിഫറൻസ് ഇല്ല. ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷൻ.
ഇവിടെ ക്ലോയിസ്റ്ററിനോട് ചേർന്ന് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ചെറിയ മ്യൂസിയം കൂടി ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് കത്തീഡ്രലിൻ്റെ ഒരു ലെഗോ വേർഷൻ കൂടി കാണാം. പിന്നെ കുറച്ച് ആൻഷ്യൻ കളക്ഷൻസും ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി സിറ്റി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ റോഡ് സൈഡിലും റിവർ സൈഡിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ റെസ്റ്റോ ബാർസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ് മിക്കതിനും. പിന്നെ ഐസ്ക്രീം ആൻഡ് ഡെസേർട്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഗോവേഫിൽ ട്രൈ ചെയ്തോളൂ. അടിപൊളി ഐസ്ക്രീമാണ്. ഞാൻ ഡെഫിനറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും, എസ്പെഷ്യലി സീ സോൾട്ട് ആൻഡ് കാരമൽ ഫ്ലേവർ. അപ്പം നമ്മൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ പോണത് റിവർ സൈഡിലേക്കാണ്. അവിടെ 10 കൊണ്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബോട്ട് റൈഡിങ് ചെയ്യാം. കുറച്ച് ആളുകൾ അവിടെ ഇവിടെയായിട്ട് ബോട്ട് റൈഡിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റിവറിന്റെ സൈഡിലൂടെ നടക്കാൻ ഒരു ഫുട് പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുഴയും ബോട്ട് റൈഡും വ്യൂ ഒക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളങ്ങനെ കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പിന്നെ നേരെ തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഡറം സിറ്റി വരാത്തവരാണ് ഒരു ചാൻസ് കിട്ടിയാൽ എന്തായാലും മിസ്സാക്കരുത് കേട്ടോ. ഒരു ഫുൾ ഡേ തന്നെ കറങ്ങാനുണ്ട് ഇവിടെ. അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ.